വടക്കാഞ്ചേരി പുഴപ്പാല നവീകരണവുമായി ബന്ധപ്പെട്ട് പഴയ കൊച്ചി പാലം ഇപ്പോൾ പുഴയിലേക്ക് പതിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും വടക്കാഞ്ചേരി ടൗണിലെയും അതുപോലെ കുമരനെല്ലൂർ എങ്കക്കാട് മേഖലയിലെ ജനങ്ങൾ ഏറെ ഭീതിയോടുകൂടിയാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി നിൽക്കാതെ കോളുകളുടെ പ്രവാഹമാണ്. കാരണം വീടുകളിൽ വെള്ളം കയറുമ്പോൾ മഴ ഏത് നിമിഷവും പെയ്യാം. വേനൽ മഴ പെയ്തു കഴിഞ്ഞാൽ നീരൊഴുക്ക് തടസ്സപ്പെട്ട ഒരു സ്ഥിതി ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നുണ്ട്. ഈ പാലവും അതുപോലെ ഈ പാലവുമായി ബന്ധപ്പെട്ട മണ്ണടക്കമുള്ള സാധനങ്ങൾ ഇപ്പോൾ പുഴയിലാണ് കിടക്കുന്നത്. തീർച്ചയായിട്ടും വീടുകളിൽ വെള്ളം കയറുന്ന ഒരു ഭീതി വടക്കാഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ആളുകൾക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വടക്കാഞ്ചേരി ടൗണിലെ ജനപ്രതിനിധികൾ ഇന്ന് ഇവിടെ സന്ദർശിക്കാൻ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ഏറ്റവും പേടിപ്പിക്കുന്ന രീതിയിലാണ് പാലം കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് ഈ പാലം പണിയുമായി ബന്ധപ്പെട്ട് പാലം പണിയുന്ന പൊതുമരാമത്ത് വകുപ്പ് ബ്രിഡ്ജസുകാരോട് പറയാനുള്ളത്, എത്രയും വേഗം ഈ പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യണം. അതുപോലെ തന്നെ പഴയ കൊച്ചി പാലം, ഇരുമ്പ് പാലം ഇന്ന് പുഴയിലാണ് കിടക്കുന്നത്. അത് 24 മണിക്കൂറിനകം ഈ അവശിഷ്ടങ്ങൾ ഇവിടുന്ന് മാറ്റണം. മാറ്റാത്ത പക്ഷം ഞങ്ങൾ ജനപ്രതിനിധികളടക്കം ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാവും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ ബ്രിഡ്ജസിൻ്റെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ എഞ്ചിനീയറുമായിട്ട് ഇപ്പോൾ സംസാരിച്ചു. അപ്പോൾ 24 മണിക്കൂറിനകം ഈ പുഴയിൽ നിന്ന് മരവും അതുപോലെ ഇരുമ്പടക്കം നീക്കം ചെയ്യാൻ വേണ്ട പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട്. 24 മണിക്കൂറിനകം ഞങ്ങളത് പൂർത്തീകരിക്കും. അത് പൂർത്തീകരിച്ചതിന് പിന്നിൽ തന്നെ പുഴയിൽ നിന്ന് ഇതിൻ്റെ അവശിഷ്ടങ്ങളും അതുപോലെ മണ്ണും നീക്കം ചെയ്യാനുള്ള പ്രവൃത്തി തുടങ്ങുമെന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ താൽക്കാലികമായി ഇവിടുന്ന് പിരിഞ്ഞു പോവുകയാണ്. ഞാൻ 24 മണിക്കൂറാണ് പറഞ്ഞത്. ആ 24 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടുന്ന് ഈ സാധനങ്ങൾ മാറ്റാത്ത പക്ഷം വടക്കാഞ്ചേരിയിലെ പൊതുസമൂഹത്തെ അണിനിരത്തിക്കൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. വടക്കാഞ്ചേരിക്കാരോടൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഈ അവസരത്തിൽ നൽകുകയാണ്.